നമസ്കാരം. IFBHന്റെ 468ാമത് ദിന വെബിനാർ തുടരുകയാണ്. ഇതിന്റെ മലയാള വിഭാഗമാണ് നാം ഇപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ തന്നെ തുടർച്ചയായി തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം ഹോമിയോപ്പതിയിൽ എന്റെ സ്വന്തം അനുഭവങ്ങൾ വരുന്നതിനുള്ള ഒരു അവസരമാണ്. ഈ വേദിയിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവര് ഹാൻഡ് റൈസ് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി വേദി വിട്ടുതരും. അത് ഡോക്ടർ ഹ്യൂബർട്ട് ആയിരിക്കും ഇനി അത് ആ സ്ഥാനം തുടരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക. അതല്ല രോഗവിവരങ്ങൾ പറയാൻ ആൾക്കാർ എത്തുന്നില്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡോക്ടർമാർക്ക് തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. കാരണം പല ഡോക്ടർമാരും ഇതുവരെ നമുക്ക് ഇവിടെ വേദിയിൽ അനുഭവങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും അവസരങ്ങളുണ്ട്, എല്ലാവരും പറയണം. കാരണം അനുഭവങ്ങൾ ഇപ്പം എല്ലാവർക്കും വ്യത്യസ്ത രീതികളിലായിരിക്കും. ഇപ്പൊ തന്നെ പട്ടിയുടെ ഒരു അനുഭവം, അത് രണ്ട് പട്ടികൾക്ക് വ്യത്യസ്തമായ ഒരേ രോഗലക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ രോഗലക്ഷണങ്ങളിൽ നല്ല വ്യത്യാസം കണ്ടതിന്റെ അനുഭവത്തില് ഡോക്ടർ രണ്ട് പട്ടികൾക്കും വ്യത്യസ്തമായ മരുന്നുകൾ കൊടുക്കുകയും അതിൽ ഒരു പട്ടി രക്ഷപ്പെടുകയും ഒരു പട്ടി മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അത് രോഗലക്ഷണങ്ങൾ നോക്കി ചെയ്തതുകൊണ്ടും ആകാം, അത് രണ്ട് രീതിയിലാവാം. ആ പട്ടി ഒരുപക്ഷെ ഡയറക്റ്റ് ആയിട്ട് കൂടുതൽ പോയിസൺ ഉള്ളിൽ ചെന്നതുകൊണ്ടും ആവാം. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ എന്നാലും നമ്മളവിടെ ഇപ്പൊ കണ്ടുവരുന്നത് ഇപ്പൊ ഈ കോഴി വസന്ത നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ കോഴികളെ കൊന്നൊടുക്കുന്ന ഒരു രീതിയാണ്. കോഴികളെ എല്ലാം താറാവിനെയാണ് ഇപ്പൊ കൊന്നൊടുക്കുന്നത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞല്ലോ, വിഷാംശം വന്ന പട്ടിക്ക് മെഡിസിൻ കൊടുത്തപ്പോൾ മെഡിസിൻ ആക്ട് ചെയ്തു അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ആക്ഷൻ റിയാക്ഷൻ രണ്ടു വഴിക്ക് ഉണ്ടാകാമല്ലോ. ക്രൂഡായ സബ്സ്റ്റൻസ് കൊണ്ട് ഹോമിയോപ്പതി മെഡിസിന്റെ അഫക്ട് ചെയ്യും നമുക്ക് പറയാമല്ലോ, തിരിച്ചും പറയാമല്ലോ. തീർച്ചയായും അത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ നമ്മൾ ഈ കോഴി വസന്ത അല്ലെങ്കിൽ പക്ഷി വസന്ത എന്ന് പറയുന്ന ഈ രോഗത്തെ ഏറ്റെടുക്കാമെങ്കിൽ. പക്ഷെ നമുക്ക് ഇപ്പൊ നിയമപരമായിട്ട് അത് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരായിപ്പോയി. അതിന് ആ രംഗത്തുള്ള പ്രതിഭകൾ രംഗത്ത് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മുടെ കൂടെ ഇവിടെ പല ഡോക്ടർമാരൊന്നും വന്നിരുന്നെങ്കിലും അവരുടെ കോണ്ടാക്ട് നമ്പറുകൾ നമ്മുടെ ഇല്ല. അത് കൊണ്ടുവന്ന ആൾക്കാർ അവരുടെയൊക്കെ കോണ്ടാക്ട് നമ്പർ തരികയാണെങ്കിൽ നമുക്ക് അവരെ ഈ വേദിയിൽ വീണ്ടും കൊണ്ടുവന്ന് ഇന്നിപ്പോ നമ്മുടെ ഇവിടെ ഇല്ലല്ലോ, സാറിയായിട്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. സാറും ഈ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിനൊക്കെ എത്തുന്നുണ്ട്, പക്ഷെ വേദിയിൽ വരുന്നില്ല. ഞാൻ സാറിനെ ഇന്നലെ ഇതിനു വേണ്ടി ക്ഷണിക്കാമെന്ന് കരുതിയിരുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും അവരവരുടെ വിവരങ്ങൾ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും രോഗവിവരങ്ങൾ പറയാൻ എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വരാം. അതല്ലെങ്കിൽ ഡോക്ടർമാരിലോട്ട് പോവാം. ഡോക്ടർ ഹ്യൂബർട്ടിന് ഞാൻ വേദി കൈമാറുകയാണ്. പ്രാർത്ഥന നടത്തിയില്ലെന്ന് തോന്നുന്നു, സൈലന്റ് പ്രയർ. ഒരു നിമിഷം നമുക്ക് സൈലന്റ് പ്രയർ തുടങ്ങിയിട്ട് ഒരു നിമിഷം ഇന്നത്തെ ചർച്ചകൾ വിജയകരമാവുന്നതിന് വേണ്ടിയും ഒരു നിമിഷം നമുക്ക് സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കാം. നന്ദി. ഒരു കേസ് ഞാൻ പറയാം. മുമ്പൊരിക്കത്തെ ഒരു കേസാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് പോവാം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഒരു പേഷ്യൻ്റ്, ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, അയ്യോ എൻ്റെ പട്ടി ഭയങ്കരമായിട്ട് രക്തം ഇങ്ങനെ മരത്തിൽ കൂടെ ഇങ്ങനെ രക്തം കുടുകുടാ ഒഴുകുകയാണ്. ഞാൻ വെറ്റിനറി ഡോക്ടറെയൊക്കെ കാണിച്ചു, രക്ഷയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞാനാണെങ്കിൽ അക്കാലത്താണെങ്കിൽ ഞാൻ ഈ ഇതുപോലുള്ള കേസുകളൊന്നും എടുക്കത്തില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ അവരെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഡോക്ടർ എനിക്കറിയാം മനഃപൂർവ്വം മരുന്ന് തരാത്തതാണ്, ഡോക്ടർ മരുന്നറിയാം, ഞാൻ മൃഗത്തിൻ്റെ കാര്യമായിട്ട് വന്നതുകൊണ്ടാണ് ഡോക്ടർ മരുന്ന് തരാത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരി ഒരു ഹോമിയോയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഡോക്ടർ മരുന്ന് തന്നേ തീരൂ, അത് മിണ്ടാപ്രാണികളല്ലേ, അതിനോട് ക്രൂരത കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ബ്ലീഡിങ് നിൽക്കാനായിട്ടുള്ള മെഡിസിൻസ്, നമ്മുടെ ഒരുപാട് മെഡിസിൻസ് ഉണ്ടല്ലോ, ആർണിക്ക തന്നെയാണ് കൊടുത്തത്. ആർണിക്കയും ബെൽഡോണയൊക്കെയാണ് കൊടുത്തത്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എന്നിട്ട് പിന്നെ എനിക്കൊന്ന് ഹമാമെലിസും കൂടെ കൊടുത്തു തോന്നുന്നു.
കൊടുത്ത് അപ്പോൾ പുള്ളി പറഞ്ഞ് വെറ്റിനറി ഡോക്ടറെ കാണിച്ച അന്ന്, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് 500 രൂപ 600 രൂപ എങ്ങാണ്ട് ചിലവായെന്നാണ് പുള്ളിക്ക്. നമ്മുടെ റേറ്റ് വളരെ കുറവായിരുന്നു ആ സമയത്തൊക്കെ, വളരെ റേറ്റ് കുറവായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞ് കൊടുത്തിട്ട് പിന്നെ പുള്ളി വന്നിട്ട് പറഞ്ഞു ഒരു 2-3 പ്രാവശ്യം കൊടുത്തപ്പോൾ തന്നെ ആ പട്ടിയുടെ ചോര ഈ മലത്തിൽ കൂടെ നിന്നു. ഇത് അനുഭവമാണ്, നമുക്കറിയാമെങ്കിൽ തന്നെയും. ഇതുപോലെ പണ്ടൊരിക്കൽ എൻ്റെ അപ്പന് ഞങ്ങളുടെ ഒരു ആടി കിടക്കുകയായിരുന്നു. അച്ഛൻ ഒരു കാര്യം ചെയ്യും, അത് നമുക്ക് വിളിക്കാനായിട്ട് കഴിയില്ല, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഈ ഹോമിയോ മരുന്നിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നാക്കില് തൊട്ട് തീർന്നാൽ മതിയാവും. ഞാൻ ഈ ഇപ്പോഴും നേരത്തെ പറഞ്ഞില്ലേ കടന്തല് കൊത്തുന്ന കാര്യം. കടന്തല് കൊത്തി തീർന്നാൽ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് നമ്മുടെ എനിക്കൊരു കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇതിന് മരുന്ന് സാധാരണ എപ്പിസ്മെല്ലായിരുന്നാലും ശരി തന്നെ, എപ്പിസ്മെല്ലെടുത്ത് നമ്മൾ ആ കയ്യിൽ പുരട്ടുകയും ആ കൈയുടെ ആ സ്ഥാനത്ത് എക്സ്റ്റേണൽ ആയിട്ട് പുരട്ടുകയും, പൊട്ടൻസിയാണ് 200 വല്ലോ ഒക്കെ പൊട്ടൻസി നാക്കിലും ആ സെക്കൻഡിൽ തന്നെ പെയിന് മാറും. അതുപോലെ തന്നെ പൾസാറ്റില്ല, സൈലീഷ്യ, പിന്നെ വേറെ ഏതാ ചില മെഡിസിൻസ് ഒക്കെ, സൈലീഷ്യ ഇല്ല, പൾസാറ്റില്ല, ലഡം പല എപ്പിസ്മെല്ല്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അപ്പോൾ കൊടുത്തു തീർന്നാൽ തന്നെ, എച്ചിനേഷ്യയൊക്കെ കൊടുത്തു തീർന്നാൽ തന്നെ ആ സെക്കൻഡിൽ തന്നെ, എപ്പിസ്മെല്ല് പ്രത്യേകിച്ച് കടന്നിലൊക്കെ കൊത്തി തീർന്നാൽ, ഈ തേള് കടിച്ചു തീർന്നാലൊക്കെ ഓടം കൊടുത്തു തീർന്നാൽ ആ സെക്കൻഡിൽ തന്നെ മരുന്ന് എഫക്റ്റ് ചെയ്യും, ഇത് ചെയ്യും. ശരിക്കും അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചിരുന്നാൽ, സാധാരണ ഇത് ഹോമിയോ മരുന്നിന് 2 ആക്ഷനാണ് പറയുന്നത്, ഒന്ന് പ്രൈമറി ആക്ഷനും സെക്കൻഡറി ആക്ഷനും ഉണ്ട്. ഇത് എനിക്കൊന്ന് പ്രൈമറി ആക്ഷനിൽ തന്നെ സംഭവം ന്യൂട്രലൈസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും അറിയത്തില്ല, നമുക്കതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ട കാര്യങ്ങളാണ്, ശാസ്ത്രജ്ഞന്മാർ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ചില എഫക്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഈ കഞ്ചാവൊക്കെ അടിച്ച് ബോധം കെട്ട് കിടക്കുന്നിടത്തൊക്കെ നെക്സോമിക്ക നാക്കിലൊന്ന് തൊട്ടാൽ മതി, ആ സമയത്ത് തന്നെ കഞ്ചാവിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും. അവര് പൈസ കൊടുത്ത് കുടിച്ച്, ചിലർക്ക് പറയും അയ്യോ പൈസ കൊടുത്ത് വാങ്ങിച്ച് കുടിച്ചാണ്, കുറേ നല്ല കാശ് കൊടുത്ത് വാങ്ങിച്ച് കുടിച്ചാണ്, ഒറ്റയടിക്ക് ഇങ്ങനെ മരുന്ന് കൊടുത്താൽ അതിൻ്റെ എഫക്റ്റ് കളയല്ലേ എന്നൊക്കെ പറഞ്ഞുള്ളത്. എന്നിരുന്നാലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഏതായിരുന്നാലും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. ഇത് ഞാൻ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തിരുന്നാൽ ഒരു മുസ്തഫ ഡോക്ടർ സംസാരിച്ചോളൂ. മുസ്തഫ ഡോക്ടർ സംസാരിക്കുന്നോ? ക്യാമറ ഓപ്പൺ ചെയ്തിരുന്നു. ഇപ്പൊ ഡോക്ടർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പേഷ്യൻസ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. കുരുവിള സാറ് സംസാരിക്കുവോ? കുരുവിള സാറ് കാണുന്നുണ്ട്. സാറ് നടക്കുക. ഇല്ലല്ല സാറ് കയറി. സാറ് സംസാരിച്ചോളൂ. സാറ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും പിന്നെ മൃഗങ്ങളുടെ കാര്യമാണല്ലോ കൂടുതൽ പറയുന്നത്, അതുകൊണ്ട് ഞാനും ഒരു മൃഗത്തിന്റെ കാര്യം തന്നെ പറയാം. ഞാൻ ഒരു സ്ഥലത്ത് ട്രാൻസ്ഫറായി അവിടെ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം അവിടെ ഒരു പാലത്തിന്റെ തറക്കല്ലടിയിലുണ്ട്. തറക്കല്ലടി പാല ഉദ്ഘാടനമല്ല. അപ്പം ഈ പഞ്ചായത്തിന്റെ 14 വാർഡുകൾ ഈ 6ന്റെ അക്കരയും 2 വാർഡ് മാത്രമേ ഇക്കരേ ഉള്ളൂ. അപ്പൊ സ്ഥാപനങ്ങളെല്ലാം ഈ 2 വാർഡിൽ ഇക്കരയാണുള്ളത്. അവിടുത്തെ ഈ മലയെന്ന് ഇറങ്ങി വരുന്നവർക്ക് ഈ 6 ക്രോസ് ചെയ്താലേ ഇപ്പുറം വരാനൊക്കുള്ളൂ. അപ്പൊ വർഷത്തില് ഒരു 3-4 മാസം ഭയങ്കര ഒഴുക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഒരു പാലം ഹൈലി എസെൻഷ്യൽ ആണ്. അപ്പൊ അതിന്റെ തറക്കല്ലടിയിൽ നിന്ന് ആ നാട്ടിലുള്ള മുഴുവനും ജനങ്ങളും അവിടെ കൂടി. അവർക്ക് ഈ വന്നവരൊക്കെ അവിടെ ഒരു വലിയ ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുകയും ഉച്ചയ്ക്ക് ചോറുണ്ണുകയൊക്കെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പം
അവിടുത്തെ അവർക്കൊരു 4-5 പശുക്കളുണ്ട്. ആ പശുക്കളെ കറന്നാണ് ഈ ചായക്കടയിലെ പാലെടുക്കുന്നത്. അതിലൊരു കിടാവ് അങ്ങ് ചത്തുപോയി. ചത്തുപോയത് പേയുടെ ലക്ഷണം കാണിച്ചുകൊണ്ടാണ് ചത്തത്. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പശുവും ചത്തുപോയി. അപ്പോഴത്തേന് ആ നാട്ടിൽ വലിയ പ്രശ്നമായി. ഈ ഇവിടുന്ന് ചായ കുടിച്ചവർക്ക് എല്ലാം പോയിസൺ ഇത് പേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പശുവും കിടാവും ഇങ്ങനെ ചത്തുപോയതുകൊണ്ട്. അതുകൊണ്ട് അത് വലിയ വിവാദമായി. അങ്ങനെ അവര് പിന്നെ ഡോക്ടർമാരെല്ലാം വെളിയിൽ നിന്ന് വരികയും അവരെല്ലാം തന്നെ ഇവിടുന്ന് ചായ കുടിച്ച ആൾക്കാർ മുഴുവനും വാക്സിൻ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അവർ അഭിപ്രായപ്പെടുകയും ചെയ്തു. പിന്നെ ഇവർക്ക് സ്റ്റഡി ക്ലാസ് കൊടുക്കാനായിട്ട് ജീപ്പിലൊക്കെ അനൗൺസ്മെന്റ് നടത്തുന്നു, DMO വരുന്നു, ഭയങ്കര ബഹളമായി. അപ്പൊ ഞാൻ ചെന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. എനിക്കങ്ങനെ അവിടുത്തെ ജനങ്ങളോടൊന്നും പരിചയമൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്നവരോട് ഞാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇത് എടുക്കരുത് 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 എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം ആ പഞ്ചായത്തിൽ ഒരാൾ മാത്രമാണ് എടുക്കരുതെന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും എടുക്കണം. ജനത്തിന് ഭയങ്കര പേടിയായി. അപ്പോൾ ഇത് പിന്നെ കുറച്ച് കഴിയപ്പോൾ അത് വിവാദമായി. അലോപ്പതിയിലെ ഡോക്ടർമാർ പറഞ്ഞു, ഇങ്ങനെ ഒരു ഹോമിയോപ്പതി ഡോക്ടർ വന്നിട്ടുണ്ട് ഇവിടെ, അയാളും ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, എടുക്കരുതെന്ന് പറയുന്നു, ഇത് വലിയ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തിൽ അവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അവരുടെ DMO ഒക്കെ ആ മീറ്റിങ്ങിനകത്ത് വന്നു ജനത്തെ ബോധവൽക്കരിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, ആ ഹോമിയോ ഡോക്ടറെ ഇങ്ങോട്ടൊന്ന് വിളിപ്പിക്കണം, അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടി വിട്ടു. ഞാൻ ഡിസ്പെൻസറിയിൽ നിന്ന് അവിടെ ചെല്ലണം. ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ ചെല്ലുമ്പം ഇങ്ങനെ അവർ DMOമാരും ഡോക്ടർമാരും ജനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അലോപ്പതി DMO ഞാൻ വിഷ് ചെയ്തിട്ട് അയാൾ മൈൻഡ് ചെയ്തേയില്ല. കാരണം ഒരു വലിയ ശത്രുവിനെ കാണുന്ന പോലെ നമ്മളെ ഇങ്ങനെ കണ്ടുകൊണ്ട് അയാൾ വിഷയമൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോ ഒരു ഹോമിയോ ഡോക്ടർക്ക് ഇപ്പൊ അലോപ്പതിയിലെ DMO ഒന്നും ബഹുമാനിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വിഷ് ചെയ്യാനുള്ളത് ചെയ്തു. അവര് അത് സ്വീകരിച്ചില്ല, സാരമില്ല. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ ഇതിപ്പോ ഇങ്ങനെ ഇവിടെ ജനത്തെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർക്ക് അതിനെതിരെ അഭിപ്രായമാണെന്ന് അറിഞ്ഞു, ജനങ്ങളെ പിന്നെ ഇത് എടുക്കണ്ടെന്ന് പറയുന്നു, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചായക്കടയിലൊക്കെ പാല് പിന്നെ ചായക്കടയിൽ ഓരോരുത്തർ ചായ കുടിക്കാൻ വരുമ്പോഴല്ല തിളപ്പിക്കുന്നത്, രാവിലെ തുടങ്ങി അത് ഒരു ബോയിലിംഗ് പാത്രമുണ്ട്, ആ പാത്രത്തിനകത്ത് ഇത് കുറെ വെള്ളം ഒഴിച്ച് അതവിടെ തിളച്ചോണ്ടിരിക്കും. ആരെങ്കിലും ചായ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇത് കോരി ഒഴിച്ച് കുറെ ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് അന്ന് അടിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വളരെ ചെലവുള്ള ഈ കടയിൽ ഓരോരുത്തർ വരുമ്പം ഇത് തിളപ്പിക്കാനായിട്ടല്ല നിൽക്കുന്നത്, അത് രാവിലെ തൊട്ട് തിളച്ചോണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പശുവിന്റെ പാലിനകത്ത് ഇനി അഥവാ പേയുടെ വിഷബാധ ഉണ്ടെങ്കിൽ തന്നെ ഈ തിളച്ചോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇത് ചത്തുപോകും. അതുകൊണ്ട് ഇത്രയും ജനത്തിന് ഈ ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായ നടപടിയാണ്. ആ ഇഞ്ചക്ഷന് തന്നെ ചിലപ്പം പിന്നെ അലർജി ഉള്ളവരുണ്ട്. ആ അലർജി വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ, അതായത് 16 വാർഡുള്ള പഞ്ചായത്തിലെ 14 വാർഡിലെ ജനങ്ങൾക്ക് വേണം ഈ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. അത് അന്നത്തെ സമയത്ത് ഇപ്പോഴത്തെ പോലെ ചെറിയ ഇഞ്ചക്ഷൻ അല്ല, പുക്കിളിന് ചുറ്റും കുത്തുന്ന ആ വലിയ ഇഞ്ചക്ഷൻ തന്നെയാണ് എടുക്കുന്നത്. കുഞ്ഞു അടക്കം ഇത് എടുക്കണമെന്ന് പറയുന്നത് വളരെ തെറ്റായ നടപടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, പാല് ഒന്നത്, രണ്ടാമത് ഈ പിന്നെ അകിട് കഴുകി കുട്ടിയെ വിട്ട് പാല് കുടിപ്പിച്ചു കഴിഞ്ഞിട്ട് പശു ചൊരത്തി കഴിഞ്ഞാൽ അകിട് കഴുകിയിട്ടാണ് ഈ പാല് കറക്കുന്നത്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത് ആ തലൈവയ്ക്കകത്ത് ഈ പിന്നെ ഇതിന്റെ വീഡിയോ പറയുന്നുണ്ട്, സാറിന്റെ വീഡിയോ പറയുന്നുണ്ട്, കൈ വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ സലൈവ പാലിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അണുക്കള് അത് ചായക്കകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു തിളപ്പിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചൊര കറക്കുമ്പോൾ
ആദ്യത്തെ ചിറ കറക്കുമ്പം കറന്ന് പിന്നെ കഴുകിയിട്ടാണ് പാലെടുക്കുന്നത്. രണ്ടാമത് കറക്കുന്ന സമയത്ത് ഇത് കഴുകുന്നില്ല, കിടാവ് കുടിച്ച പടി തന്നെ കറക്കുവാണ്. അപ്പം ഇതിനകത്ത് ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എങ്ങനെയാ വരുന്നത്? അപ്പൊ അടുത്ത ചോദ്യം വന്നു, ഇതിനകത്ത് കുറെ പേര് ഉച്ചയ്ക്ക് ചോറും കൂടെ ഉണ്ടിട്ടാ പോയത്. അപ്പൊ ആ ചോറിനകത്ത് തൈര് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ തൈരിനകത്ത് ഇതുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ തൈരിനകത്ത് ഈ ഒരു ബാക്ടീരിയയും ബ്രീഡ് ചെയ്യുകയില്ല, അതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് അത് അങ്ങനെ വന്നാൽ തന്നെ അത് ചത്തുപോകുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ പോയി. അപ്പൊ അവര് പറഞ്ഞു അത് ശരിയല്ല ഡോക്ടർ, അങ്ങനെ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു അധികം വർത്താനം പറയണ്ട, ഇപ്പൊ ഇത്രയും ജനത്തെ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകുന്നതിനോട് യോജിക്കാൻ എനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ഏത് വലിയ ഉദ്യോഗസ്ഥനോ ഏറ്റവും ഇതിന്റെ വലിയ ആൾ വന്നാലും ഞാൻ സമ്മതിക്കുകയില്ല. ഒരു കാര്യം ചെയ്യാം. കുണ്ണൂരാണ് ഇപ്പം ഈ ഹെലികോപ്റ്റർ ആക്സിഡന്റ് ഉണ്ടായ കുണ്ണൂരാണ് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള ഈ മെഡിസിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സെലക്ട് ചെയ്തോളൂ, ആളിനെ സെലക്ട് ചെയ്തു, 2 പേരെ സെലക്ട് ചെയ്തു. ഞാൻ വണ്ടിക്കൂലി അവരുടെ ചെലവും താമസ സൗകര്യത്തിനോ ഉള്ള ചെലവുകളും ഞാൻ വഹിച്ചോളാം. 2 പേര് പോയിട്ട് കുണ്ണൂര് പോയിട്ട് ഇതിന്റെ ഈ മെഡിസിൻ ഉണ്ടാക്കുന്ന ഫാക്ടറി പോയി തിരക്കിട്ട് വന്നിട്ട് അവര് പറയുകയാണ് ഇത് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ എടുക്കാം. അങ്ങനെ അവസാനം പഞ്ചായത്തുകാർ സമ്മതിച്ചു, അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ചെലവൊന്നും എന്നോട് മേടിച്ചില്ല. 2 പേര് അവിടെ പോയി ഈ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇഞ്ചക്ഷൻ എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമൂഹത്തെ തന്നെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇത് നമുക്ക് പലപ്പോഴും ഈ ഹോമിയോ ഡോക്ടേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളാണ്. അവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ ആരെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മുടെ അഭിപ്രായം നമുക്ക് പറയുകയും ചെയ്യാം. ആദ്യമൊക്കെ ഒരു പക്ഷെങ്കിൽ ഇത് സയന്റിഫിക് അല്ല എന്നൊക്കെ പറയുന്നത് കുറെ നിഷേധിക്കുമെങ്കിലും നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനത്തിന് മനസ്സിലാവും. ഇങ്ങനെ ഒരു മൃഗചികിത്സ ചെയ്ത കാര്യം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഓർത്തിട്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു അധ്യായം, തിളക്കമാർന്ന അധ്യായമായിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഹോമിയോപ്പതി ഡോക്ടർ എന്നോളം വിവരം മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ള വ്യക്തമാണ്. കാരണം ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് ഈ പുതിയ വിഭാഗത്തിനേ ഉള്ളൂ. മറ്റേത് തലച്ചോറ് പണയം വെച്ച് നടക്കുന്ന വിഭാഗമാണ്. ഇപ്പൊ നമ്മൾ കോവിഡിൽ കണ്ടാണല്ലോ, പാരസെറ്റമോൾ കോവിഡിന് മരുന്നല്ല നേരെ കൊച്ചുകുട്ടിക്ക് അറിയാം. പക്ഷെ ഒരു നാണവുമില്ല, പാരസെറ്റമോൾ കൊടുത്തു പറയുകയും ചെയ്യും. ആലോചിച്ച് നോക്കുക, ഇത് അലോപ്പതി. രോഗമായിട്ട് ബന്ധമില്ലാത്തൊരു മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഹാനിമാൻ അലോപ്പതി എന്ന് പറഞ്ഞത്. എക്സാക്ട് അലോപ്പതിയാണ് തുടരുകയാണ് സത്യം. നമുക്ക് മുസ്തഫ ഡോക്ടറിലേക്ക് പോകണം. മുസ്തഫ ഡോക്ടർ സംസാരിക്കാമോ? മുസ്തഫ ഡോക്ടറെ സംസാരിക്കാം. ഈ റാബീസിന്റെ കാര്യം വരുമ്പോ എല്ലാരും ഇങ്ങനെ പാനിക് ആക്കൽ ഒരു സ്ഥിരം ഉണ്ടാകുന്ന ഒരു ഏർപ്പാടാണ്. ഈ റാബീസിന്റെ കേസിൽ ഈ അനിമൽസ് ആയിട്ടുള്ള ഡോഗ്, കാറ്റ്, ഇതിനൊക്കെയാണ് ഇൻഫെക്ഷൻസ്, അതിന്റെ വൈറൽ ലോഡ് അതിന്റെ സലൈവയിൽ കൂടുതലുള്ളത്. അതേപോലെ തന്നെ ഡോക്ടർ കുര്യൻ സാറ് പറഞ്ഞതുപോലെ ഇത് തിളപ്പിക്കുന്നേരം ഇത് വളരെ ഹീറ്റ് ലേബലും ഒരുവിധം എല്ലാ ആന്റിസെപ്റ്റിക്കിനോടും ഭയങ്കര ലേബൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കൂല. നമ്മൾ ആന്ത്രാക്സ് സ്പോർസ് എല്ലാം എത്ര വേണമെങ്കിലും എൻവയോൺമെന്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ റാബീസ് വൈറസ് എന്ന് പറയുന്നത് വളരെ ലയബിൾ ആയിട്ടുള്ള ഒരു വൈറസ് ആണ്. അതേപോലെ തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ ഈ ബൊവൈൻസിൽ, ഈ സസ്യബുക്കായിട്ടുള്ള പശു, ആട്, ഇതിലൊക്കെ വളരെ വളരെ കുറവാണ്. അതിന്റെ ഈവൻ സലൈവയിൽ പോലും കുറവാണ്. അപ്പോൾ തിളപ്പിക്കുന്ന ഒരു പാലിൽ എന്ന് പറഞ്ഞാൽ പാലിൽ വരുന്നുണ്ടോ ഇല്ലെന്ന് തന്നെ സംശയമാണ്. ഉണ്ടാവുമെന്നാണ്, എല്ലാ സെക്രീഷൻസിലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആരും പച്ചപ്പാല് കുടിക്കുന്നില്ല. അപ്പോൾ ഈ തിളപ്പിച്ച് കുടിക്കുന്ന പാല് കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് റാബീസ് വരുന്നില്ല. അതൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് വേണ്ടാണ്ട് വാക്സിൻ കൊടുക്കുന്ന സംഭവമാണ്. അത് ഈ അവസ്ഥയിലൊന്നും ഇപ്പൊ ഒന്നും അത് അങ്ങനെ ആരും പറയുമെന്ന് തോന്നുന്നില്ല. അത് കുറെ മുമ്പേ ഉള്ള ഒരു അന്നത്തെ ഇൻഫർമേഷന്റെ കുറവ് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര വർഷം മുമ്പ് ഡോക്ടർ, ഇപ്പോഴല്ല, എത്ര വർഷം മുമ്പുള്ള കാര്യം
അത് മാത്രമല്ല ഈ കുരുവിള സാറിന്റെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് അതിൽ ഏറ്റവും വലിയത്. കാരണം സാറിന്റെ അറിവ് അത്രയും ഡീപ്പ് ആയതുകൊണ്ടാണ് സാറിന് അത്ര കറക്റ്റ് ആയിട്ട് അവരുമായിട്ട് ആർഗ്യ ചെയ്യാൻ പറ്റിയത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരെല്ലാം ഇതുപോലെ തന്നെയാണ്. പക്ഷെ പൊതുവെ അവര് പറയുന്നത് എന്തോ വലിയൊരു കാര്യമാണ്, അതിനെ നമുക്ക് ആർഗ്യ ചെയ്താൽ എന്താകും എന്ന് പേടിച്ച് പലരും അറയ്ക്കാറുണ്ട്. പക്ഷെ സാറിന്റെ ആ രോഗികളെ അത്ര കണ്ട് രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് അതിനെ ചലഞ്ച് ചെയ്തത്. അങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് നാട്ടിൽ ശരിക്കും വളരെ സൽപ്പേരുണ്ടാകുന്നത്. അപ്പൊ അത് വളർത്തുന്നതിൽ കുര്യൻ സാറിന്റെ ആ ഒരു ശ്രമം ഗംഭീരമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്ന ഫീലിംഗ് അത് തന്നെയാണ്. കാരണം പല ഹോമിയോപ്പതി ആൾക്കാരും അവരാ സിസ്റ്റത്തിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കത്തില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങളിത് വെറ്റനറിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളുടെ പലരെയും നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ തരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ചില നിങ്ങളെ പാറ്റേണിറ്റിയിലുള്ള ആൾക്കാര് ഇത് തീരെ ഒരു ധൈര്യമില്ലാത്ത തരത്തിലാണ് സംസാരിക്കുന്നത് ഇതിന്റെ എഫക്റ്റിനെ കുറിച്ച്. നമ്മളത് വെറ്റനറിയിലൂടെ വളരെ വളരെ നല്ല റിസൾട്ടുകൾ കാണിച്ചു കൊടുത്തിട്ടും ചിലർക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ ആവുന്നില്ല എന്നാണ് എന്റെ ഒരു ഫീലിംഗ്. ഡോക്ടർ വെറ്റിനറി വിഭാഗത്തിലുള്ള ഡോക്ടറാണോ? ഓ സാറ് വെറ്റിനറി വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടറാണോ? അതെ വെറ്റിനറി ഡോക്ടർ. അപ്പൊ സാറേ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഭക്ഷ്യവസന്ത ഈ താറാവിനെ കൊല്ലുന്ന ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെ എതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ സാർ? അതിനായിട്ട് നമ്മുടെ ഈ മെഡിക്കൽ ആ ഫീൽഡ് വെറ്റിനറി സർജൻമാർക്ക് I have no other comments in that subject. If you call me personally, I will disclose my personal opinion, but I am the part of the government. I can't. Oh, ശരി. ഗവൺമെന്റിലുള്ള ആളാണല്ലോ അല്ലേ? ശരി. സാറേ, അത് പ്രൈവറ്റ് സംഘടന ഈ മേഖലയിൽ ഇല്ലല്ലേ? നമ്മുടെ വെറ്റിനറി മേഖലയിൽ പ്രൈവറ്റ് ഡോക്ടേഴ്സിന്റെ You want an answer from that society, Charitable Society for Holistic Veterinary Medicine is an organization is there in Chalakudi. They will explain. സാറേ, അവരുടെ ആരുടെയെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ കൊള്ളായിരുന്നു. കാരണം നമുക്ക് ഈ വേദിയിൽ, അതുപോലെ തന്നെ സാറിനും ഈ വേദിയിൽ ഒരു ദിവസം മലയാളത്തിൽ ഈ പറഞ്ഞ വെറ്റിനറി സയൻസിനെ കുറിച്ച് സാറിന്റെ അറിവുകൾ പങ്കുവെക്കാം. അതിലിപ്പോ ഹോമിയോപ്പതി വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അത് member of that society, but they will explain their stand. I am belonging to the government sector. സാറേ, അവരുടെ ഒരു കോണ്ടാക്ട് നമ്പർ ഞങ്ങൾക്ക് ഒന്ന് തന്നിരുന്നെങ്കിലേ. I will send that contact number to Mr. Salam. Okay. Okay, sir. Very good. ഡോക്ടർ, ഇനി നമ്മൾ നേരത്തെ റെഡ്മി നോട്ട് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. റെഡ്മി നോട്ട് 10 ആരാണ്? റെഡ്മി നോട്ട് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാനോന്ന് അറിയില്ല. പിന്നെ തോമസ്, ജേക്കബ് മാത്യു, ഡോക്ടർ ഇവരെയൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സംസാരിക്കുകയാണെങ്കിൽ ദയവായി ക്യാമറ ഓപ്പൺ ചെയ്യുക, സംസാരിക്കുക. റെഡ്മി നോട്ട് 10 ജേക്കബ് മാത്യു ഡോക്ടർ. ഡോക്ടർ നെറ്റ് കേൾക്കാൻ പറ്റുന്നില്ല. എബ്രഹാമിന്റെ എനിക്ക് കുര്യങ്കിലുള്ള ഡോക്ടർ പറഞ്ഞതിനെ പറ്റി ഒരു കമന്റ് പറയാനുണ്ട്. അവര് പശുവിന്റെ പാല് കുടിച്ചവരെല്ലാം വാക്സിനേഷൻ എടുക്കണമെന്ന് പറയുന്നതിൽ വളരെ കൃത്യമായ ലോജിക് ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു പശു വളപ്പിൽ കെട്ടിയേക്കുമായിരുന്നു. അപ്പോൾ പേ പിടിച്ചൊരു പട്ടി അതൊരു ഓടി വന്നു. പേ പിടിച്ച പട്ടി ഓടി വന്നിട്ട് പശു പെട്ടെന്ന് പട്ടിയെ കണ്ട് പേടിച്ച് ഓടി.
ഓടിയപ്പം ആ പശുവിനെ മേയിച്ച ആള് ആ കയറി പിടിച്ചപ്പോ കയറ് കയ്യിലൊരഞ്ഞ് കൈ മുറിഞ്ഞു. അയാളെ കൊണ്ട് വാക്സിനേഷൻ എടുപ്പിച്ച ഡോക്ടറാണ് അവിടെ ഉള്ളത്. ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അപകടം പിടിച്ചാലും അവർക്കൊന്നുമില്ല. അവർക്ക് ആൾക്കാരെ ഒരു കഷ്ടപ്പെടുത്തി പേരെടുക്കാന്നുള്ള സ്ഥിതിയാണ് അവർക്കുള്ളത്. ഇപ്പൊ കോവിഡിന്റെ കാര്യത്തിൽ അത് തന്നെയല്ല നടക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർമാർ എപ്പോഴും അലോപ്പതി ഡോക്ടർമാരുടെ സ്റ്റാൻഡ് 99% അത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഷെരീഫ ബീഗം അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനാണോ? ഷെരീഫ ബീഗം റെഡ്മി നോട്ട് സംസാരിക്കാനോ? സംസാരിക്കാം. ജനനായകരും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് നേർക്കുനേരിലൂടെ അവതരിപ്പിക്കുക. ഇവിടെ വേറെ ശബ്ദം വരുന്നുണ്ടല്ലോ. ജനനായകർ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എവിടെ ഡോക്ടർ? ഓണാന്ന് തോന്നുന്നതാണ്. എവിടെ നിന്നാണ്? അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ. ഡോക്ടർ ദേവരാജ് വേറെ ഡോക്ടർ ഉണ്ടോ അതിനകത്ത്? ഡോക്ടർ VK ദേവരാജ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ കയറിയതേ. നമസ്കാരം. യാത്രയിലാണ്. അപ്പൊ നെറ്റ് കിട്ടത്തില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. കയറിയതേ ഉള്ളു. ഒന്നും കേൾക്കാനും പറ്റിയില്ല. അല്ല, ഡോക്ടർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാം. കാരണം ഈ പേപ്പട്ടി വിഷബാധ അതുപോലുള്ള ഇപ്പൊ നമ്മുടെ ഈ പക്ഷിപ്പനി വന്ന് താറാവുകളെ കൊല്ലുന്ന ഒരു കണ്ടീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ എന്തെങ്കിലും സജഷൻ വെക്കാനുണ്ടോ? പറഞ്ഞല്ലോ ഡോക്ടറെ, യാത്രയാണെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ. ഐഫോൺ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന ഐഫോൺ സംസാരിക്കാനുണ്ടോ? ഐഫോൺ ഹലോ സർ, സംസാരിച്ചോളൂ. എനിക്ക് റേഞ്ച് ഇല്ലാത്തോണ്ട് ഇപ്പൊ ഓഫ് ആയി പോയായിരുന്നു. ഇപ്പൊ പിന്നെ സാർ, സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു ഇതുപോലെ മോൻ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഇത് വരും, പനി വരാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ സാർ? അപ്പോ സാറ് കൽക്കേരിയ കാർബോസ് എലീഷ്യ കാൽക്കേരിയ ഫോസ് കുറെ മെഡിസിൻസ് പറഞ്ഞിരുന്നു. ഏതാന്ന് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കാൽക്കേരിയ ഫോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റെ അതിന്റെ 200th പൊട്ടൻസി മാത്രമേ ഉള്ളൂ, വേറൊരു പൊട്ടൻസി ഇരിപ്പില്ല. അപ്പോ അത് once in 15 days അതുപോലെ വണ്ണം കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാം. നമുക്ക് അങ്ങനെ കൊടുക്കാം. സുരേഷ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് എന്തോ സംസാരിക്കാനുണ്ടോ? നമസ്കാരം സാർ. ഞാൻ താമസിച്ചു പോയി കയറാൻ. ഇന്നത്തെ സബ്ജക്ട് എന്താണെന്ന് ഒന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇന്നത്തെ സബ്ജക്ട് അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു സമയമാണ്. നമുക്ക് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചകളിലും ടെസ്റ്റിമോണിയൽസ് ആണ്. രോഗികൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, അതല്ലെങ്കിൽ ഡോക്ടർമാർക്കും അനുഭവങ്ങൾ പങ്കുവെക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ദിവസം അതിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഡോക്ടർക്ക് എന്തെങ്കിലും കേസുകൾ പറയാനെങ്കിൽ പറയാം, അതല്ല അങ്ങനെ എന്തെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ പറയാം. ഡോക്ടറെ, ഞാൻ 1 മിനിറ്റ് ആയുള്ളൂ കയറിയിട്ട്. ഞാൻ കേൾക്കാം, പറയുന്നത് കേൾക്കാമല്ല. ഞാന് ഇപ്പൊ തൊട്ട് മുന്നേ ഒരു ഡോക്ടറാണോ കുഞ്ഞുങ്ങൾക്ക് കൂടെ പനി വരുന്നു, പനി വരുന്നു, അതിന് കാൽക്കേരിയ ഫോസ് സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. കാൽക്കേരിയ ഫോസ് എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിഞ്ഞാൽ കൊള്ളാം. അതിന്റെ കേസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പൊ അതിന്റെ വെച്ചിട്ടാണ് ഒരു കേസ് അന്ന് പ്രസന്റ് ചെയ്തിരുന്നു. അത് ആ കേസിന്റെ സിംറ്റംസ് വെച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു സ്പെസിഫിക് റീസൺ വെച്ചല്ല. നമ്മൾ ഓരോ കേസ് അത് കേട്ട ഡോക്ടറാണ് അത് സജസ്റ്റ് ചെയ്തത്. അപ്പൊ
അത് കേട്ട ഡോക്ടറാണ്. അല്ല, ഞാനത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഞാനിപ്പോ കൂടെ പനി വരുന്നു എന്ന് പറയുന്നതേ വാസ്തവത്തിൽ അത് ട്യൂബർകുലർ മയാസമുള്ള കുട്ടികൾക്കാണ് അത് വരുന്നത്. അങ്ങനെ കേട്ടോ, അത് എൻ്റെ ഒരു സജഷനാണ്. കാൽക്കുലേറ്റേഴ്സ് കൊടുത്തോട്ടെ. പക്ഷെ ഈ കൂടെ പനി വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അതൊരു ട്യൂബർകുലർ മയാസമാണത്. ആ ട്യൂബർകുലിനം എപ്പോഴും അങ്ങനെയുള്ള കേസുകളിൽ ചിന്തിക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കയറിയത്. കാര്യം അത് കേട്ടോണ്ടപ്പോ ഞാനത് മിണ്ടാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. കാര്യം ഇങ്ങനത്തെ കുട്ടികളെ വന്നുകൊണ്ടിരുന്ന ഒറ്റ കുട്ടികളുടെ കാര്യത്തിലും അത് ഫെയിലായിട്ടില്ല. ട്യൂബർകുലിനം 10 ഞാനൊരു ഡോസ് കൊടുക്കും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ ചെറിയ വിമ്മിഷ്ടമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സൂഡോസ്പോറിക് ആയിട്ടുള്ള ആഴ്സനിക് അയോഡ് 3x കൂടെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിപ്പം തിരുത്തുമല്ല, കാൽക്കരിയാഫോസ് തിരുത്തുമല്ല ചെയ്യുന്നത്. പക്ഷെ ഈ മരുന്നും കൂടെ മനസ്സിൽ വെച്ചേക്കുന്നത് നല്ലതാണെന്ന് പറയാൻ വേണ്ടി മാത്രം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആരെങ്കിലും സംസാരിക്കേണ്ട ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. ഇത് മാത്യു ഫ്രം അറ്റ്ലാന്റ. ഞാന് യാത്രയിലാണ്. എനിവേ ഞാനിപ്പോ രാവിലെ വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ്, പള്ളിയിലൊക്കെ പോയി. എനിവേ അതൊരു നല്ല സമയം. ഡോക്ടർ ഹരിഹരന്റെ സംസാരം കേട്ടിട്ടാണ് ഞാൻ ഇപ്പം അപ്പിയർ ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഷെയറിങ്. വളരെ നല്ല ഒരു ടിപ്പാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഇതുകൊണ്ടാണ് ഞാൻ IFPHനെ സ്നേഹിക്കുന്നത്. ഒരു കാര്യത്തിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ് ഇതിനകത്ത്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ കേസ് തന്നെ എനിക്കും ഒരു അഭിപ്രായമുണ്ട്. അതായത് ആ കുഞ്ഞിന് ഇങ്ങനെ കൂടെ പനി വരുന്നത് ആക്ച്വലി ട്യൂബർകുലർ മയാസം പോലെ തന്നെ സോറിക് മയാസവും അതിൻ്റെ അകത്തുണ്ട്. നല്ലതായിട്ട് കേസ് എടുത്തിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ പനി വരുന്ന അസുഖം പെട്ടെന്ന് മാറിപ്പോക്കോളും. അത് സൾഫർ, സോറിനും ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് സേട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതുപോലുള്ള വരുന്ന കേസുകൾക്കൊക്കെ സോറിന് വളരെ എഫക്റ്റീവാണ്. അത് ഞാൻ എൻ്റെ പ്രാക്ടീസിന്റെ കാലത്ത് ഞാനും കൊടുത്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് സോറിനും സൾഫറും ഒക്കെ ഇതുപോലെ കൂടെ പനിയും സോർ ത്രോട്ടും ഈ ഇയർ ഇൻഫെക്ഷനും ഒക്കെ വരുന്ന പിള്ളേർക്ക് ഞാനിത് കൊടുത്തിട്ട് കുറെ കാലത്തിന് പിന്നെ വരിക. സോ ദേ ക്യാൻ ട്രൈ ദാറ്റ് ഓൾസോ. ഏറ്റവും കൂടുതൽ നന്നായിട്ട് കേസ് എടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനും കൊടുത്താൽ മതി. 1 പൊട്ടൻസി 200. അവിടെ താങ്ക് യു. സുരേഷ് ഡോക്ടർ സംസാരിച്ചോളൂ. സുരേഷ് ഡോക്ടർ. ഹരിഹരൻ ഡോക്ടറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാർ, ഈ കൽക്കരിയാഫോസ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് ആയിട്ട് ഹൈപ്പോട്ടൻസി വേണോ കൊടുക്കാൻ പറയുന്നത്? അതിനകത്ത് കൽക്കരിയാഫോസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അത് ഹൈപ്പോട്ടൻസി ആണോ? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല കൽക്കരിയാഫോസ് കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല. ഞാൻ ട്യൂബർകുലിനത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരി. അല്ല, കൽക്കരിയാഫോസിന്റെ ഞാൻ കയറിയപ്പം കേട്ടതായിരുന്നു റിക്കറിംഗ് ഫീവറിലെ. എനിക്കറിയാൻ മേല അത് എന്തുകൊണ്ടാ അത് സജസ്റ്റ് ചെയ്യുന്ന എനിക്കറിയാൻ മേല. പക്ഷെ ഈ ട്യൂബർകുലിനം ഞാൻ കൂടെ പനി എന്ന് പറയുന്നത് ട്യൂബർകുലിനും ഇത് ഈ ട്യൂബർകുലർ മയാസമുള്ള കുട്ടികൾക്കാണ് അങ്ങനെ വരാറുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കൊരു അല്ല, നമ്മളിത് ഇപ്പൊ ഡിസ്കഷൻ അല്ലേ, അതുകൊണ്ട് ഒരു സ്വല്പ കാര്യം കൂടെ എനിക്ക് സംസാരിക്കാമോ? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റില് ഹോമിയോ ഡോക്ടർമാര് പലവിധ രീതിയിൽ ചികിത്സിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്ക് നമ്മള് ഹ്യൂബർട്ട് ഒരു കേസ് പറഞ്ഞായിരുന്നു. ആഫ്റ്റർ കോവിഡ് കുറച്ച് സിംറ്റംസ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വിമ്മിഷ്ടം, ചില ആൾക്കാർക്ക് ആസ്മ ഉണ്ടാവാറുണ്ട്, ചില ആൾക്കാർക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾക്ക് ഇതുണ്ട്. ബ്രോങ്കൈറ്റിസ്, അതിനുശേഷം ബ്രോങ്കൈറ്റിസ് കണ്ടിന്യൂസ് ആകുന്ന ആൾക്കാർക്ക് ഈ ട്യൂബർകുലിനം 10 ഒരു ഡോസ് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മൾ കോവിഡ് ആയിട്ട് ആഫ്റ്റർ കോവിഡ് വരുന്ന ആൾക്കാർക്ക് ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാൻ മറക്കരുത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട്
പിന്നെ നമ്മൾ അതിനാണ് സപ്പോർട്ട് ചെയ്ത് അക്യൂട്ട് റെമഡീസ് കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ ആക്ഷൻ കാണിക്കും. അത് നമ്മൾ ബിഫോർ ഗിവിങ് ആൻ അക്യൂട്ട് റെമഡി യു മസ്റ്റ് ഗോ ത്രൂ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വേസ് ആൻഡ് ദെൻ യു ഗീവ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഹൈ പൊട്ടൻസി ആൻഡ് ഗീവ് ദ അക്യൂട്ട് റെമഡീസ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു ട്രീറ്റ് പേഷ്യൻസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയിൽ സംബന്ധിച്ച പലവിധ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. എന്റെ ഇതാന്ന് വെച്ചാല് എറ്റിയോളജിക്കൽ ബേസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം, സിംറ്റമാറ്റിക് ബേസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം, മയാസ്മാറ്റിക് ബേസിൽ ട്രീറ്റ് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ ട്രീറ്റ് ചെയ്യാം, പത്തോളജിക്കൽ ബേസിൽ ട്രീറ്റ് ചെയ്യാം, പിന്നെ റെയർ പിക്യൂലിയർ അൺകോമൺ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഈ ഇത്രയും ബേസ് ഹോമിയോ ഡോക്ടർമാർ അറിഞ്ഞിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കേസുകള് ഏത് രീതിയിലാണ് ഞാൻ മരുന്ന് കൊടുക്കേണ്ടത് എന്ന് അറിയുന്നത് നല്ലതാണ്. അത് എറ്റിയോളജിക്കൽ ബേസിലാണ് ഇത് കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു പട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, വിഷത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ വാസ്തവത്തില് ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അത് ദാറ്റ് ഈസ് എറ്റിയോളജിക്കൽ ബേസിൽ കൂടെ നമ്മൾ നോക്കണം. ഒരു വിഷം ഉള്ളിൽ ആഴ്സനിക്കം ആയിട്ടുള്ള വിഷമാണ് ആ പട്ടി കഴിച്ചിരിക്കുന്നതെങ്കിൽ യു ക്യാൻ ട്രൈ വിത്ത് ആഴ്സനിക്കത്തിന് ഇതുപോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, അത് ട്രൈ ചെയ്യാം. എറ്റിയോളജിക്കൽ ബേസ് ഇപ്പൊ സിംറ്റമാറ്റിക് ആണെങ്കിൽ ആയിട്ട് അക്യൂട്ട് കേസ് വന്നു, നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ട് പ്രയോണിയുടെ സിംറ്റംസ് ആണ്, നമുക്ക് അങ്ങനെ ചികിത്സിക്കാം. മയാസ്മാറ്റിക് ആയിട്ടാണ് നമുക്ക് നോക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് മയാസം കണ്ടു, അത് കാണിച്ച് നമുക്ക് ചികിത്സിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനലി ഇപ്പൊ തന്നെ ഒരു കുട്ടി ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു PCOD കേസ് വന്നു. PCOD കേസ് വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ കൂടെ മാത്രമേ അത് ചികിത്സിച്ചാൽ ഭേദമാകാൻ പറ്റത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഈസ് പത്തോളജിക്കൽ ബേസ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ക്യാൻസർ പോലുള്ള കേസുകൾ വരുമ്പോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് മുറിവോ മറ്റോ അവിടെ ഉണ്ട് അത് നമ്മൾ പിന്നെ പത്തോളജിക്കൽ റെമഡീസും കൂടെ കൊടുത്തു വേണം നമ്മൾ അത് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് പത്തോളജിക്കൽ ബേസ് ആയിട്ട് എടുക്കേണ്ടതിന് പത്തോളജിക്കൽ ബേസ് ആയിട്ട് തരുന്നു. പിന്നെ റെയർ പിക്യൂലിയർ അൺകോമൺ അത് നമുക്ക് കിട്ടാറുണ്ട്. റെയർ പിക്യൂലിയർ അൺകോമൺ ഉദാഹരണമായിട്ട് ഇപ്പൊ ഫോസ്ഫറസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, ആക്ച്വലി ഫോസ്ഫറസ് പേഷ്യന്റ് ഈസ് എ ചില്ലി പേഷ്യന്റ് ആണ്. പക്ഷെ അയാളുടെ സ്റ്റൊമക് സിംറ്റം ഈസ് റിലീവ്ഡ് ബൈ കോൾഡ് വാട്ടർ. സി as well lycopody is a hot patient but his stomach symptom is relieved by hot water. ആ പിക്യൂലിയാരിറ്റി നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് വേസിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ഈ ഇത്രയും ബേസ് നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ ഞാൻ ഏത് രീതിയിൽ വേണം മരുന്ന് പ്രയോഗിക്കാൻ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു. ഇത്ര ഞാൻ ആനുകാലികമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സമയം കൂടിപ്പോയതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇപ്പൊ ഈ കാൽക്കേരിയ ഫോസ് എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ കാൽക്കേരിയ ഫോസ് ഏകദേശം ട്യൂബർകുലത്തിന്റെ അതേ രീതി തന്നെയാണ് അതിന്റെ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ല ആയിക്കോട്ടെ അല്ല ഡോക്ടർ പറഞ്ഞത് ശരി തന്നെയാണ്. അതിന്റെ കൂടെ ആയിരിക്കാം എന്ന് ഞങ്ങൾ പറയുകയായിരുന്നു, കാരണം നമ്മൾ ആ കേസ് കേട്ടില്ല. അതിന് എപ്പോഴും ഈ സൂഡോസോറിക് പേഷ്യൻസിന് ആഴ്സനിക് അയോഡിനെ പറ്റി എപ്പോഴും ചിന്തിക്കണം. ആഴ്സനിക് അയോഡ് ലോ പൊട്ടൻസി വളരെ അത്യാവശ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. But even though it is a calcaria force patient, if that patient is pseudosauric, you can administer the arsenic iode 3x അല്ലെങ്കിൽ 6x also. എന്തായാലും ഡോക്ടറെ എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാനുണ്ട്. 3x 6x ഒന്നും ഒരിക്കലും ഒരു അത്ര ഗുണകരമായ രീതി ആയിരിക്കില്ല എന്നത് മറക്കരുത്. അത് ശരിയാണ് ഡോക്ടർ പറഞ്ഞത്. ശരി, എനിക്കറിയാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ആഴ്സനിക് അയോഡ് 3x 6x കൊടുക്കാൻ പാടില്ല. ഇൻ ഷോർട്ട് മീൻസ് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ബേസ്ഡ് മെഡിസിൻ തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കഴിയുന്നിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഹോമിയോപ്പതിക്ക് നല്ലതാണ്. ഇപ്പൊ പേഷ്യന്റ് അസുഖം മാറിയേക്കും നമുക്ക്, പക്ഷെ അതല്ല ഹോമിയോപ്പതിയുടെ നിലനിൽപ്പ് സംബന്ധിച്ചോളം തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ മെഡിസിനിലേക്ക് പോകുന്നതാണ്. Doctor, acute phase you can use 3x in any acute phase.
ഉപയോഗിക്കാം. അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ കാര്യം ഓരോരുത്തരുടെയാണ്. അക്യൂട്ട് ഫേസിൽ നമുക്ക് 3x ഡിപ്പെൻഡ് 6x ഉപയോഗിക്കുന്നുണ്ട്. എസ്പെഷ്യലി അവിടെ മെഡിസിന്റെ സോഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് മാത്യു ഡോക്ടറിലേക്ക് പോവാം. ഓക്കെ, ഹരിഹരൻ ഡോക്ടർ ഇപ്പം ആർട്സിനിക് ആയിടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേക്കാന്ന് കരുതിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കേസ് വന്നത്. അവർക്ക് വർഷങ്ങളായിട്ട് അവരുടെ ഹീമോഗ്ലോബിൻ 9 and ഡൗൺ ആണ്. അത് വളരെ കഷ്ടപ്പെട്ടു. അവര് വർഷങ്ങളായിട്ട് കുറെ അലോപ്പതി ട്രീറ്റ്മെന്റ് എല്ലാം ചികിത്സിച്ചിട്ടാണ് എന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചത്. അപ്പൊ ഞാൻ കേസൊക്കെ എടുത്തിട്ട് ആർട്സിനിക് അയഡൈഡ് 30 ആർട്സിനിക് അയഡേറ്റ് 30 കൊടുത്ത് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ആയി 11 and അപ്പിലേക്ക് ആഴ്ചകൾക്കുള്ളിൽ അവരുടെ ഹീമോഗ്ലോബിൻ ബെറ്റർ ആയെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ പതോളജിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ കൊടുത്താണ്. ഡോക്ടർ പറഞ്ഞ പല രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാമല്ലോ, നമുക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടല്ലേ. അതുപോലെ തന്നെ അധികം കേസും എടുത്തില്ല, മറ്റു കാര്യങ്ങൾ ക്യാരക്ടർ പെക്യുലാരിറ്റി ഒന്നും നോക്കാതെ ഈ ആർസനിക് അയഡേറ്റം കൊടുത്ത് ബെറ്റർ ആക്കിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ഒരു നമ്മൾ മറ്റു വശം ലോജിക്കൽ ആസ്പെക്ട് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് സാധ്യമാകുന്നത്? അതായത് ഹോമിയോപ്പതി മെറ്റീരിയൽ മേടിക്കുക കംപ്രസ് ചെയ്യുന്നത് സിംറ്റംസ് ഈ പ്രൂവ് ചെയ്ത് മാത്രമല്ല, ക്ലിനിക്കൽ ഒബ്സർവേഷൻസും ടോക്സിക്കോളജിക്കൽ സിംറ്റംസും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഹോമിയോപ്പതി മെറ്റീരിയൽ മേടിക്കുക ഉണ്ടായിരിക്കുന്നത്. നാട്രം ആഴ്സും ഇതുപോലെ ഹീമോഗ്ലോബിൻ ബെറ്റർ ആക്കുന്നല്ല. നാട്രം ആഴ്സും അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം ഓർമ്മിക്കുക. എന്തുകൊണ്ട് സാധ്യമാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ക്ലാർക്കിന്റെ മെറ്റീരിയലിലേക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാച്ച് ഇൻഡസ്ട്രി, തീപ്പട്ടി ഫാക്ടറി എന്നുള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻസ് വരെ നമ്മുടെ ഫോസ്ഫറസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹോമിയോപ്പതി മെറ്റീരിയൽ മേടിക്കുക ഇത്രയും വലിയ ആപ്ലിക്കേഷൻ കിട്ടുന്നത്. ഇതുപോലെ തന്നെ വേറൊരു കേസ് പോലെ അനീമിക് ആയിട്ട് വന്നിട്ട് നാട്രം ആഴ്സ് കൊടുത്തിട്ട് ഹീമോഗ്ലോബിൻ ബെറ്റർ ആയിട്ടുണ്ട്, വളരെ നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട്. ഇതൊക്കെ നമ്മളെ ഇതിനകത്ത് പറയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ പറയും. ഇല്ല പിന്നെ നമ്മൾ ഈ സംഘടന കൊണ്ടുള്ള എന്താ ഹോമിയോ ഡോക്ടർമാർക്ക് ഈ ടിപ്സ് മാത്രമല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഒരാളുടെ എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് അവരത് വേറൊരു പേഷ്യന്റിന് കൊടുക്കുമ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയും കൂടെയാണ്. നമ്മുടെ അങ്ങനെ ഒരു ഓഫർ വഴിയായിട്ടാണ് ആ ഒരാൾക്കൊരു ഹീലിംഗ് കിട്ടുന്നത്. അതൊരു എത്രയോ നമുക്ക് വലിയ ഒരു ഉപകാരമല്ല ആ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്നത്. ഞായറാഴ്ച പറ്റിയ ഒരു ദിവസം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ. നമ്മൾ ഈ ടെസ്റ്റിമോണിയൽസ് വെച്ചിരിക്കുന്നതിന് അതിനു വേണ്ടിയാണ് ഡോക്ടറെ. നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് ദയവ് ചെയ്ത് പേഷ്യൻസിനെ കൊണ്ടുവരിക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ, ഗുണം ഉണ്ടാക്കാൻ പറയുന്ന കാര്യം അതാണ് ഡോക്ടർ. വെരി ഗുഡ് മനോജ്. ഈ ഹോമിയോപ്പതിയിലെ ഒത്തിരി കോൺട്രാവേഴ്സി ഉണ്ട്. ഒത്തിരി ഞാൻ അത് ചർച്ച ചെയ്താൽ നമ്മള് ഇവിടെ എങ്ങും നിക്കത്തില്ല. ഒത്തിരി കോൺട്രാവേഴ്സി ഉണ്ട്, ഒത്തിരി കോൺട്രാവേഴ്സി. അത് സൈഡിൽ വെക്കുക, നമ്മളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് കൊണ്ടുപോവുക. ഒത്തിരി കോൺട്രാവേഴ്സി ഉണ്ട്, പക്ഷെ ചർച്ച ചെയ്താൽ ഇപ്പോഴെങ്കിലും നിക്കത്തില്ല. നമുക്ക് ഇവിടെ ഒരു ഡോക്ടർ മുസ്തഫ ഉണ്ട്. മുസ്തഫ വന്നില്ല, വിളിച്ചിരുന്നു, അദ്ദേഹം സംസാരിച്ചായിരുന്നു. വെറ്ററിനറി ഡോക്ടറാണ് സംസാരിച്ചിരുന്നു. അതെ, ഓ ശരി ശരി, സംസാരിച്ചായിരുന്നു. അതെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഡോക്ടർ ഹരിഹരൻ പറഞ്ഞ എത്തിയോളജിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു വീട്ടിലെ 3 പിള്ളേർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കഫക്കെട്ടും പനിയും എന്ന് 305 ദിവസം ഇത് തന്നെ മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ആശ്വാസം വന്നപ്പോൾ ഞാൻ ട്യൂബർകുലിൻ തന്നെ 1 ഓരോ ഡോസ് വീതമായി 3 പിള്ളേർക്കും കൊടുത്തു. പക്ഷേ എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അസുഖം വന്നു. ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്, എൻ്റെ മരുന്ന് കറക്റ്റ് ആണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ പിന്നെ അവർക്ക് ഈ അസുഖം വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്നൊന്ന് കറക്റ്റ് പറയാൻ പറഞ്ഞു. അവർ കറക്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മരുന്ന് തരുന്നത് നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയിട്ട് ഞാൻ മരുന്ന് തരുവുള്ളൂ. അപ്പോൾ ഇതൊരു കുന്നിന മണ്ടയിലാണ്. ഞാൻ ഒരു ദിവസം അടുത്ത ദിവസം തന്നെ അവരുടെ വീട്ടിൽ സ്റ്റെപ്പെല്ലാം കയറി അവരുടെ വീടിന്റെ മണ്ട ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആണ് കാര്യം മനസ്സിലായത്. കാരണം വീടിന്റെ പണി തീരാത്ത ഒരു വീട്, ഭിത്തിയെല്ലാം കെട്ടിയിട്ടുണ്ട്, മോളിൽ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്, ജനല് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് ഈ പാളികളൊന്നും വെച്ചിട്ടില്ല.
എന്നിട്ട് അത് മുഴുവൻ പ്ലാസ്റ്റിക്, കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ട് 4 ചുറ്റും ആണി അടിച്ച് കയറ്റി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ ഡോറെ കൊട്ടി വാതിൽ തുറന്നു. ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതിലിനകത്തോട്ട് ഞാൻ ഇങ്ങനെ കയറിയപ്പം ഈ നമ്മൾ ഈ ചൂളക്കകത്തോട്ട് കയറിയ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് അതിനകത്തിരിക്കുന്നത്. കാരണം ഈ ഷീറ്റ് മോളി ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതിന് എയർ ഹോൾ ഇട്ടിട്ടില്ല. ജനൽ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് എല്ലാ ജനലുകളും ആണി അടിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കതക് വല്ലപ്പോഴേ തുറക്കുള്ളൂ. ആരെങ്കിലും കയറാനോ ഇറങ്ങാനോ മാത്രമേ ആ കതക് തുറക്കാറുള്ളൂ. ഇതിനകത്താണ് ഈ 3 പിള്ളേരും വളരുന്നത്. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചത്, ഒരു ബ്ലേഡ് തരാമെന്ന് ചോദിച്ചു. അപ്പൊ അവര് എന്തിനാന്ന് അവർക്കറിയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്ലേഡ് എടുത്തു തന്നു. ഞാൻ അന്നേരം തന്നെ ആ പ്ലാസ്റ്റിക് കവർ കംപ്ലീറ്റ് ആയിട്ട് 2 ജനലിന്റെ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ദൂരോട്ട് കളഞ്ഞ് ഇങ്ങോട്ട് പോകും. പിന്നെ അവർക്ക് പിന്നെ ജീവിതത്തിൽ ഈ കഫക്കെട്ടോ പനിയോ ഉണ്ടായിട്ടില്ല. കറക്റ്റ് ആണെങ്കിൽ പിന്നെ റിപ്പീറ്റേഷൻ വരത്തില്ല. അവിടെ എവിടെയോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെ ഡോക്ടർ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടമ്മമാർക്ക് കയ്യേലി ഈ ഡിറ്റർജൻസ് ഉപയോഗിക്കുമ്പം ഒരു സൈസ് അസുഖം ഉണ്ടാകുന്നുണ്ട്. കയ്യ മാത്രമേ കാണത്തുള്ളൂ. അതിന്റെ ആ എറ്റിയോളജി എന്ന് പറയുന്നത് ഡിറ്റർജന്റ് ആണ്. അതിന് സംശയമൊന്നുമില്ല. അത് മാറ്റാത്ത അവരുടെ രോഗം പോകത്തില്ല. കാര്യം അതിങ്ങനെ ഒരുമാതിരി കൈ കണ്ടാൽ ഈ നഖം എല്ലാം ഇങ്ങനെ ആയി ചൊറിഞ്ഞ് നമ്മുടെ ഈ ഗ്രാഫൈറ്റിസ് പോലുള്ള സിംറ്റംസ് കാണിക്കും. നമുക്ക് ചികിത്സിച്ച് അത് ഭേദമാക്കാം. പക്ഷെ പിന്നെ അവർ അത് തന്നെ ചെയ്യുവാണെങ്കിൽ അവർക്ക് പിന്നെ അസുഖം വരും. അല്ല, ചർച്ച ഇപ്പൊ നേരത്തെ കേട്ടില്ല. ഇപ്പൊ കേട്ടത് വെച്ച് ഞാനും എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം ഈ ശരിക്കും ക്യാൻസർ മയാസമാണ് ശരിക്കും പനി, റിക്കറന്റ് പനിക്ക് ക്യാൻസർ മയാസം വളരെ ഫലപ്രദമായിട്ട് നമ്മൾക്ക് കാർസിനോസിൻ എന്ന മെഡിസിൻ, അതിന് എനിക്ക് പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉള്ള കുട്ടികൾക്ക് നിരന്തരം പനി വരും. എനിക്ക് അങ്ങനത്തെ കേസുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പൊ ടെസ്റ്റിമോണിയൽ ആദ്യത്തെ ദിവസം ടെസ്റ്റിമോണിയൽ വന്നത് ഫെഡറൽ ബാങ്കിന്റെ, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഫെഡറൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അവര് 2-3 കേസ് പറഞ്ഞു. അവരുടെ മോൾക്ക് സ്ഥിരമായിട്ട് പനി വന്നപ്പോൾ ഞാൻ കാർസിനോസിൻ, ഇവിടെ അവര് എറണാകുളത്താണ്, അപ്പൊ ഞാൻ കാർസിനോസിൻ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറഞ്ഞ് ഇത് കൊടുക്കാൻ പറഞ്ഞു. കാർസിനോസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുപ്പിച്ച് വരാനുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അവർക്ക് വരാൻ പറ്റില്ല. അവരടുത്ത് ചില ചികിത്സകളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ മാറിയില്ല. പിന്നെ റെപ്പർട്ടറിയിൽ ഒറ്റ മെഡിസിനെ പറയുന്നു, കുട്ടികളിൽ റിക്കറന്റ് ആയിട്ട് പനി വരുന്നതിന് കാർസിനോസിൻ മാത്രമേ റെപ്പർട്ടറി പറയുന്നുള്ളൂ. റെപ്പർട്ടറി ട്യൂബർക്കുലം എല്ലാം ശരിയാണ്, ഞാൻ ഇതൊന്നും തെറ്റെന്നല്ല പറഞ്ഞു. പക്ഷെ റെപ്പർട്ടറി നമ്മൾ എടുത്തു നോക്കിക്കോ, റിക്കറന്റ് ഫീവർ ഇൻ ചിൽഡ്രൻ, അതിനൊറ്റ സിംഗിൾ ഭയങ്കര ആക്ഷൻ ആണ് അത്. അപ്പൊ അത് നമ്മൾ അതൊന്നും എല്ലാവരും, ഇതിപ്പം കൽക്കറിയ ഫോസ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് അത് കൊടുത്തത്. ആരാണത് അത് കൊടുത്തത് തെറ്റാണെന്നോ അല്ല, അത് ശരി തന്നെയാണ്, അത് കൊടുക്കുകയും ചെയ്യാം. കാരണം കൽക്കറിയ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ്. അങ്ങനെ ആയിരിക്കണം ആ മെഡിസിൻ പറഞ്ഞിരിക്കണം. അതോടൊപ്പം ഇതും ഇങ്ങനെയും ചില സാധ്യതയുണ്ട്. ട്യൂബർക്കുലത്തേക്കാൾ കൂടുതൽ ആക്ഷൻ പലപ്പോഴും ഈ കാർസിനോസിന് കാണാറുണ്ട്. ഡോക്ടർ, പിന്നെ ആദ്യകാലത്ത് ഞങ്ങളുടെയൊക്കെ പ്രാക്ടീസില് ഈ എന്റെ കുട്ടികൾക്ക് BCG എടുത്തിട്ടില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ 2 കുട്ടികൾക്കും കൊടുത്തത് എന്താ വെച്ചാല് ട്യൂബർക്കുലിനം ടെന്നമാണ് കൊടുത്തത്. അതുപോലെ തന്നെ ടെന്നം കൊടുത്തു. അതുപോലെ തന്നെ പോളിയോയ്ക്ക് ലാത്തിറസ് ടെന്നമാണ് കൊടുത്തത്. പിന്നെ ഈ വൂപ്പിംഗ് കഫിന് പെർട്ടൂസിനാണ് കൊടുത്തത് ടെന്നം. ഇത് ഒരു ബുക്ക് വെച്ച് അന്ന് ഇതിനോട് ഇങ്ങനെ വാക്സിനേഷൻ എടുക്കുന്നതിനോട് ശക്തമായ എതിർപ്പ് ഉണ്ടായിരുന്നു അന്ന് ആ കാലത്ത്. അപ്പോൾ ആൾക്കാർ നമ്മുടെയൊക്കെ വരുന്നത്, എൻ്റെ പേഷ്യൻസ്, അന്ന് എനിക്ക് ധാരാളം പേഷ്യൻസ് ഉള്ള സമയമാണ്, 100-200 പേഷ്യൻസ് ഉള്ള സമയമാണ്. അപ്പൊ അവര് ചോദിക്കും ഞങ്ങൾ വാക്സിനേഷൻ എടുക്കണോ എന്ന് ചോദിക്കും. ഞാൻ പറയും നിങ്ങൾ എടുക്കണ്ട, അത് ഞാൻ തരുമെന്ന് പറയും. എന്നിട്ടൊരു പുസ്തകം വെച്ചിട്ടുണ്ട്, ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇവിടെ പേര് എഴുതി ഓരോ ടൈമിൽ കൊടുക്കുന്നത് ഞാൻ എഴുതി കീപ്പ് ചെയ്യുമായിരുന്നു. എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ മറ്റുള്ള വരുന്നവർക്കെല്ലാം ഞാൻ ഇത് കൊടുക്കുമായിരുന്നു. പക്ഷെ ആ സിസ്റ്റം ഇപ്പൊ ഇന്നില്ല.
ഇന്നില്ല. ഇന്നിപ്പം പോളിയോയോ മറ്റു കാര്യങ്ങളോ ഒക്കെ അങ്ങനെ അങ്ങ് ആ രീതിയിൽ പോവുകയാണ്. ഇപ്പം എന്റെയൊക്കെ രോഗികൾ വരുവാണെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ രീതിയിൽ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയും. അങ്ങനെയാണ്. ഒരു കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഈ ഡോക്ടറെ ട്യൂബർകുലോസിസ് അതിന് വേറെ കാര്യമുള്ള ഇപ്പൊ പുതിയ നിയമങ്ങൾ വന്ന് അത് കമ്പൽസറി ആക്കി മാറ്റി. മാത്രമല്ല ഇപ്പൊ തന്നെ ക്യാൻസർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഡോക്ടർ വിനു കൃഷ്ണൻ പറഞ്ഞ പോലെ എല്ലാ ക്യാൻസർ പേഷ്യൻസ് അതിനെ രജിസ്റ്റർ ചെയ്യും. അവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടേ മറ്റുള്ള ചെയ്യാവുന്നവരെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഓരോ അസുഖങ്ങളെ അതിനകത്ത് പെടുത്തുകയും സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അതാണ് അതിന്റെ വസ്തുത. ഈ ട്യൂബർകുലിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഡോക്ടറെ ഈ നമ്മുടെ മാസ്റ്റർ ആ കാലത്ത് 18th സെഞ്ച്വറിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു മയാസമായിട്ട് കാണുന്നത് സിഫിലിസും ഗോണറിയയും അന്ന് കണ്ടമാനം ഉണ്ടായിരുന്ന സമയമാണ് വെസ്റ്റേൺ കൺട്രീസിലെ. പക്ഷെ അന്ന് ഈസ്റ്റേൺ കൺട്രീസിൽ, അതായത് പാകിസ്ഥാനോ ആണെങ്കിലോ ഇന്ത്യയിലാണെങ്കിലോ ഇല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിലാണെങ്കിലോ ഈസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടായിരുന്ന മെയിൻ രോഗം ഏതായിരുന്നു അറിയാമോ? ട്യൂബർകുലോസിസും ലെപ്രായുമാണ്, ലെപ്രസിയുമാണ്. ഇത് രണ്ട് മാസിഡ് ഫാസ്റ്റ് ബാസിലെയാണ്. ഇത് രണ്ടും സ്ട്രോങ് മയാസമാണ്. ഈ രണ്ട് ഇവിടെ ട്യൂബർകുലോസിസ് മെഡിസിൻ കൊണ്ട് നമ്മൾ മാറ്റിയെങ്കിലും സ്റ്റിൽ ദ ട്യൂബർകുലർ മയാസം ഈസ് ദെയർ. അതുപോലെ തന്നെ ലെപ്രസിയും ഒരു മയാസമാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലും ഈ പറഞ്ഞ ഈസ്റ്റേൺ കൺട്രീസിൽ. വെസ്റ്റേൺ കൺട്രീസിലാണ് ഇതുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മഹാനായ നമ്മുടെ മാസ്റ്റർ അതൊരു മയാസമായിട്ട് ഉൾപ്പെടുത്തി സിഫിലിസും ഗോണറിയയും അങ്ങനെ ഒരു മയാസാക്കി എടുത്തെന്നാണ് എന്റെ ഒരു ഹരിഹരൻ ഡോക്ടറെ. അതായത് ആ സമയത്ത് ഫ്രാൻസിൽ മാത്രം 1200 ലെപ്പർ അസൈലം ഉണ്ടെന്ന് ഹെൻവൻ ക്രോൺ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ സോറയുടെ ഫൗണ്ടേഷൻ അതാണ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് there are as of now there are only 3 മയാസംസ് എന്ന് പറയുന്ന റീസൺ അത് തന്നെയാണ്. അതിന്റെ ബ്രാഞ്ചസ് ആണ് ബാക്കിയുള്ളതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കുമ്പോ എന്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കുറിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ അദ്ദേഹം ഇപ്പൊ നമ്മളെ ഹരിമാനെ നമ്മള് ഇത് ചെയ്യണോ? അദ്ദേഹത്തിന് എല്ലാ അർഹിക്കുന്ന ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ട്യൂബർകുലർ മയാസം ലെപ്രസിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞെന്ന് പറയുകയാണ്. അവിടെ യൂറോപ്പിൽ ധാരാളം ഉണ്ടായിരുന്നു. ലെപ്രസി ഉണ്ടായിരുന്നു. അത് സോറയുടെ വചനത്തല്ലേ പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ സ്ലീപ്പിനെ കുറിച്ചൊക്കെ സന്ദീപ് ദാനന്ദ ഡോക്ടർ പറഞ്ഞത്, ഉറക്കം പറഞ്ഞ സംഭവിക്കുന്ന പറഞ്ഞ കേട്ടല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ പേര് ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, എല്ലാ ഡോക്ടർമാരോടും കൂടി. ഈ ഇപ്പൊ നമ്മള് വാക്സിനേഷനെതിരെ ഇപ്പൊ ഇവര് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ പരമ്പരാഗത വാക്സിനേഷനെതിരെ കൊടുക്കുന്ന മെഡിസിൻ തന്നെ കൊടുത്താൽ മതിയോ? എന്താണ് അതില് ഡോക്ടർമാർക്ക് എന്താണ് വല്ലതും പറയാനുണ്ടോ? ഇപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് വാക്സിനേഷന് വ്യത്യാസമുണ്ട്. പരമ്പരാഗത വാക്സിനേഷൻ അല്ല ഇപ്പോഴത്തെ ഈ മെത്തേഡ്. DNA വാക്സിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ പരമ്പരാഗത രീതി തന്നെ അല്ല പിന്തുടരുന്നത്. അപ്പൊ നമ്മൾ സൈലീഷ് കൊടുത്തപ്പം പല പേഷ്യൻസിന് അത് മതിയാകുന്നുണ്ട് ഡോക്ടർ. നമ്മൾ ഈ പറഞ്ഞ മിസേറിയം, സൈലീഷ്യ, എച്ചിനേഷ്യ, തൂജ, സൾഫർ ഇതൊക്കെ മിസേറിയം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട് ഡോക്ടർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിമിലർ ആണല്ലോ, സെയിം അല്ലല്ലോ. സിമിലർ മാനിഫെസ്റ്റേഷൻ ഡിഫറന്റ് ഇൻ കൈൻഡ്നസ് 29 അപ്പോസ്തലൻ പറയുന്ന ക്ലോസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമിലർ മാനിഫെസ്റ്റേഷൻ ഡിഫറന്റ് ഇൻ കൈൻഡ്. ഡോക്ടർ ചോദിച്ചതല്ല, mRNA വാക്സിൻ അത് തന്നെയാണ് പറഞ്ഞതും. സിമിലർ ഇൻ മാനിഫെസ്റ്റേഷൻ ആണ് ഹോമിയോപ്പതി നോക്കുന്നത്, സബ്സ്റ്റൻസ് നോക്കിയല്ല. അതെ ഡോക്ടറെ, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ക്ലോട്ടർ ആണ് ഉണ്ടാകുന്നത്. അതിലിപ്പോ സെറിബ്രൽ ഹെമറേജും ക്ലോട്ടും ഒക്കെയാണ് ഉണ്ടാകുന്നത്. പഴയ മാനിഫെസ്റ്റേഷൻ അല്ല. ഈ ആന്റിൻഡാട്ട് എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ ബാഡ് എഫക്ട് ഓഫ് വാക്സിനേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആന്റിൻഡാട്ട് ആന്റിമണി ചേർന്ന ഭക്ഷണം കുതിരകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന, ഇത് അതിന്റെ പ്രൂവിങ്ങിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാനീ പറയണം. അപ്പൊ കുതിരകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ കൃത്യന് അയാളുടെ സെർവന്റിന് ഈ ഇതിന്റെ നമ്മുടെ സ്മോൾ പോക്സ് പോലുള്ള അതിനോട് സെയിം ആയിട്ടുള്ള എറപ്ഷൻസ് ഉണ്ടായി. അപ്പോഴാണ് ഇത് കൊടുക്കാമെന്ന്. അപ്പൊ ആ എറപ്ഷൻ അവിടെ ചില കോറിലേഷൻസ് ഉണ്ട്. ആ കോറിലേഷൻ അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഉള്ളത് എന്ന് പറയുന്നത്
ക്ലോട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ mRNA വാക്സിനേഷൻ ആണ്, ക്ലോട്ടാണ് പലർക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു ഡോക്ടർ ഉൾപ്പെടെ മരിച്ചത് എങ്ങനെയാണ്? പിന്നെ ആദ്യം വാക്സിനേഷൻ എടുത്ത നമ്മുടെ ഒരു ഡോക്ടർ ഉൾപ്പെടെ, പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉൾപ്പെടെ മരിച്ചത് ഈ ഇത്തരം പിന്നെ സെർബൽ ഹിമറേജ് ഒക്കെ വന്നിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ പഴയ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള മെഡിസിൻ മാത്രം ചിന്തിച്ചാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ഡോക്ടറുടെ വ്യൂ കൊള്ളാം, കറക്റ്റ് ആണ്, ശരിയാണ്. അല്ല, ഞാൻ ആർണിക്ക കൊടുത്തിട്ട് എനിക്ക് പല കേസുകളിലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് BP കൂടുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ വാക്സിൻ എടുക്കുന്ന പലർക്കും പെട്ടെന്ന് BP കൂടുന്നു, ഇതും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു എപ്പോഴും നമ്മൾ എല്ലാത്തിനും ഹാനുമാൻ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ മഹാനാണ്, അദ്ദേഹം ഗുരുവാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിംറ്റംസ് കാണിക്കുന്നത് കൂടുതലായിട്ടും ഈ സെർബൽ ഹിമറേജും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് മാറി ചിന്തിക്കണം. ആർണിക്ക എനിക്ക് ആക്ഷൻ ഉണ്ട്, മറ്റുള്ളവർ പറഞ്ഞു തന്നാൽ എനിക്ക് അത് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ആദ്യം പറയാതുണ്ടെങ്കിലും പുതിയതുണ്ടെങ്കിൽ. ഒരു കാര്യം പറയട്ടെ, ഹാനിമാൻ തന്റെ ജീവിതത്തില് തനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളൊക്കെ ഓരോ പ്രാവശ്യം തിരുത്തി 6ാമത്തെ എപ്പിസോഡ് ഇതുവരെ വന്നു, എഡിഷൻ വരെ വന്നു. അത് മോഡിഫൈ ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ച് നമ്മുടെ ഹാനിമാനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹാനിമാനെതിരാണെന്ന് നമ്മൾ അറിയില്ല. ഇല്ല, ഞാൻ പറയുന്നത് ഹാനിമാനിൽ നമ്മൾ നിന്ന് തീർന്നാൽ അതിന്റെ അർത്ഥം ഹാനിമാനെതിരായി നമ്മൾ ചിന്തിക്കുന്നതാണ്. ഹാനിമാൻ പറഞ്ഞു വെച്ചെടുത്ത് നിന്ന് ഈ ഹാനിമാൻ പറഞ്ഞെടുത്തുനിന്ന് ഹാനിമാൻ നിർത്തിയെടുത്തുനിന്ന് നമ്മൾ തുടങ്ങേണ്ടവരാണ്. എങ്കിലേ സയന്റിഫിക് ആവുള്ളൂ, ഹാനിമാനിസം ആവത്തുള്ളൂ, ഹാനിമാനെ നമ്മൾ ബഹുമാനിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹാനിമാനെ അപമാനിക്കുകയാണ് നമ്മൾ ഹാനിമാനിൽ നിൽക്കുകയാണെങ്കിൽ. അല്ല, അത് നമുക്ക് തർക്കിക്കാനുള്ള സമയമല്ല, നമുക്ക് 10 മണിയാണ്. ഓക്കെ, സംസാരിക്കാം. അക്കാര്യത്തിൽ ഞാൻ ഹ്യൂബർട്ട് ഡോക്ടർ കൂടെയാണ്. കാൾ ലൂയിസ് ഏജ്ഡി എന്നുള്ള ആളാണ് ആദ്യമായിട്ട് പോളിഫാർമസി മുന്നോട്ട് വെക്കുന്നത്. അതൊക്കെ നമ്മൾ ഹാനിമാന്റെ ലെറ്റേഴ്സ്, ലൈഫ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ബുക്ക് എടുത്ത് വായിച്ചാൽ കൃത്യമായിട്ടുണ്ട്, തെളിവ് സഹിതമാണ് ഇത് പറയുന്നത്. അപ്പൊ അതിലൊക്കെ അതിപ്പോ ഇപ്പൊ ഒരു ചർച്ചയാക്കുന്നില്ല, എന്നാലും നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ ഈ ബലം പിടിച്ച് നിൽക്കുന്ന കാരണം ഒരു കുറ്റിയെ കെട്ടിയിട്ടിരിക്കുക, അതിന് ചുറ്റും കിടന്നേ വട്ടം കറങ്ങും എന്നുള്ളൊരു തീരുമാനം പാടില്ല. ഹോമിയോപ്പതിക്ക് അപാരമായ സാധ്യതകളുണ്ട്. അതെല്ലാവരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി എവിടെ എത്തും എന്ന് നമുക്ക് ശരിക്കും ഇത് ഒരു വളരെ വലിയൊരു മഹത്തായ ഒരു ശാസ്ത്രമാണ്. കുറ്റിയെ കെട്ടിയ കാര്യം കുര്യൻ സാർ പറഞ്ഞല്ലോ. കുര്യൻ സാറിനെ ഡോക്ടർക്ക് കഴിയുന്നുള്ളത് തെളിയിച്ചതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഹാനിമാൻ ഉള്ള കാലത്ത് ഹാനിമാൻ വളരെ കുറച്ച് മെഡിസിൻസ് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതല്ല ഇന്നത്തെ ഹോമിയോപ്പതി, അങ്ങനെയല്ല. അപ്പോൾ ഒരുപാട് വളർന്നു. അപ്പൊ ആ വളർന്ന രീതിയിലും നമ്മളിപ്പോ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന് മാറുന്നില്ല. ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചിരുന്നാൽ, ഇപ്പൊ ഒരു 1+2+3 നമ്മൾ എയും ബിയും സിയും 3 മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഒരു വലിയൊരു സിമിലിയം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിൽ നിന്ന് അത് നമ്മൾ അവിടെ സിമിലിയം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മളിപ്പോഴും. ശരി, ഓക്കെ. ഹോമിയോപ്പതി തന്നെയാണ് പറയുന്നത്, ഹോമിയോപ്പതിയാണ്. അത് മനസ്സിലാകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ, പലർക്കും മനസ്സിലാകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അല്ല, ഒരു സെക്കൻഡ്, എനിക്ക് ഡോക്ടർക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ 30 ഇയേഴ്സില് ഒരു വേറൊരു മെത്തേഡില് ചെയ്യുന്ന ഡോക്ടർ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ ചില മെഡിസിൻസ് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കതിന് റിസൾട്ട് ഉണ്ട്. എന്റെ റിസർച്ചാണത്, എന്റെ റിസർച്ചാണ്. അത് എനിക്ക് വളരെ പ്രയോജനകരമായിട്ട് കാണുന്നു, വളരെ പ്രയോജനകരമായിട്ട് കാണുന്നു. ഞാൻ ഈ ഡോക്ടർ മുമ്പേ പറഞ്ഞില്ലേ, ഈ കോമ്പിനേഷൻ ഞാൻ ആ രീതിയിൽ ചിന്തിക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാകുകയും ഞാൻ അതുപോലെ അത് ആ രീതിയിൽ കൊടുത്തു നോക്കുകയും ചെയ്തത്.
എന്റെ ഒത്തിരി പേഷ്യൻസിന് ഞാൻ അത് കൊടുത്തു നോക്കിയപ്പം എനിക്ക് ഇറ്റ് ഈസ് വണ്ടർഫുള്ളി ഇഫക്റ്റ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എടാ ഇതെന്താ ഇങ്ങനെ എന്താ ഇത്? ഇത് ഈ പനിയുടേതായിട്ടുള്ള 3 മരുന്ന് നമ്മള് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ അതിന് ഇഫക്റ്റ് കാണുന്നു. അപ്പൊ എന്താ അങ്ങനെ ഉണ്ടാവാൻ കാര്യം? അതും എന്നെ ചിന്തിപ്പിച്ചു. എന്ന് വെച്ചാൽ എല്ലാ പേഷ്യൻസിനല്ല, നമ്മൾ കറക്റ്റ് ഇൻഡിക്കേഷൻ ഉള്ളവർക്ക് നമ്മൾ കറക്റ്റ് ഇൻഡിക്കേഷൻ ആയിട്ട് തന്നെ കൊടുക്കും. അല്ലാത്തവർക്ക് ഞാൻ ഇങ്ങനെ ഒരു റിസർച്ച് എന്നുള്ള നിലയിൽ ഇത് മാത്രമല്ല, ഞാൻ ഈ ടിഞ്ചേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ചില ഡിസീസസിന് എക്സാമ്പിൾ പൈൽസ്, പിന്നെ അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ്, അതുപോലെ തന്നെ ഹാർട്ട് റെമഡി ആയിട്ട് ഇതെല്ലാം ഞാൻ 10-30 വർഷമായിട്ട് ഞാൻ അത് ആ കാര്യത്തിൽ റിസർച്ച് ചെയ്തിട്ട് അതിന്റെ ക്ലൂസ് എന്റെ കയ്യിലുണ്ട്, അതിന്റെ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്, ഒക്കെയുണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കും. ഞാൻ ഒരു അഭ്യർത്ഥിക്കുകയാണ്, ദയവായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങള് ക്രോണിക് ഡിസീസ് താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടറെ, മറന്നുപോയി കാണും, ഒന്ന് വായിച്ചു നോക്കുക, ഇത് സംസാരിക്കുക ദയവ് ചെയ്ത്. അത് ഓർമ്മിക്കുക, ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിന്റെ പേര് ഇല്ല, ക്രോണിക് ഡിസീസ് നമ്മൾ അതിനകത്ത് നിന്ന് സംസാരിക്കാവൂ. ക്രോണിക് ഡിസീസിൽ കൃത്യമായ പേജ് നമ്പർ വെച്ച് ഹാനിമാൻ 2-3 മെഡിസിൻ കൊടുക്കാൻ പറയുന്നത് ഞാൻ പേജ് നമ്പർ കൃത്യം കാണിച്ചു തരാം. വായിച്ചിട്ട് തന്നെയാണ്. സയൻസ് ഓഫ് തെറാപ്പിസ്റ്റ് പറയുന്നുണ്ട്, ഹോമിയോപ്പതി നാണം കെടുത്താനായിട്ട് പറയുന്നുണ്ട്. പറയല്ലേ, ഹെപ്പാർ സൾഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഹാനിമാൻ ഉണ്ടാക്കിയ ഹെപ്പാർ സൾഫ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ക്രോണിക് ഡിസീസിൽ കൃത്യം പേജ് നമ്പർ സഹിതം ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് ഹെപ്പാർ സൾഫ് ഒരു സാധനത്തെ എടുത്തിട്ടാണ് പൊട്ടനൈസ് ചെയ്തത്, പൊട്ടനൈസ് 2 സാധനം മിക്സ് ചെയ്തത്. അത് മനസ്സിലാക്കൂ ഡോക്ടറെ. ഒരുപാട് കോസ്റ്റിക്കം പല സാധനങ്ങൾ അങ്ങനെ അതൊരു കെമിക്കൽ ഉണ്ടാക്കിയിട്ട് അതിനെയാണ് പൊട്ടനൈസ് എടുത്തത്. അതെ സിംഗിൾ മെഡിസിൻ ആയിരുന്നാലും ചെയ്യാം. പക്ഷെ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി, ഹോമിയോപ്പതി നാശമാക്കാനുള്ള അല്ല എന്ന് മാത്രമേ ഈ പറയാനുള്ളൂ. ഹോമിയോപ്പതി തന്നെയാണ് ഈ പറയുന്നത്. ഹോമിയോപ്പതി ഞാൻ ബുക്ക് കൃത്യമായിട്ട് ക്രോണിക് ഡിസീസ് വെച്ച് പറയാം. ക്രോണിക് ഡിസീസിലെ പേജ് നമ്പർ സഹിതം പറയാം. പലതും നമ്മുടെ അങ്ങനെയുള്ള വിഷയത്തെ കുറിച്ചുള്ള ചർച്ച നമുക്ക് പിന്നീട് ഒരിക്കലാവാം. കാരണം ഇന്നിപ്പോ നമ്മുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി പരീതാവക സാറിലോട്ട് നമുക്ക് നന്ദി പ്രമേയത്തിനായിട്ട് പോകാം. റിസർച്ച് ചെയ്യുന്നതിന് ആരുടെ അനുവാദം വേണ്ടല്ലോ. ചെയ്തു സാറേ, ചെയ്തോളൂ. നമുക്കത് ആ വിഷയങ്ങളൊക്കെ വീണ്ടും ഒരു ദിവസം അതിനായിട്ട് മാറ്റിവെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് പരീതാവക സാറിലോട്ട് നമ്മൾ പോവുകയാണ്. നന്ദി പറയുന്നതിനായിട്ട്. താങ്ക് യു. വളരെ ശ്രദ്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു കൺസെപ്റ്റ് പിന്നെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതാണല്ലോ ചർച്ച എന്ന് പറയുന്നത്. അത് ഇവിടെ സംഭവിച്ചു. പക്ഷേ മനോജ് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ പ്രൊമോട്ടിങ് ഹോമിയോപ്പതി എന്നുള്ളത് കൊണ്ട് ആ കൺസെപ്റ്റ് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് ആയിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലായിട്ടുള്ള അതല്ല, വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെയായിരുന്നു എല്ലാവരുടെ ഭാഗത്തു നിന്നും വന്നതെന്നുള്ള സംതൃപ്തിയുണ്ട്. ഈ മനോജ് ഡോക്ടർ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിഹോ വെരി ഗുഡ്. അതിനൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്തവർക്ക് ഇതിൻ്റെ ഭാഷയിൽ IFPHന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഇതോടെ ഇന്നത്തെ 458 ദിവസം വളരെ വളരെ വിഭിന്നമായ രീതിയിൽ ചിന്തിക്കാനായിട്ട് എല്ലാവരുടെയും മനസ്സിലോട്ട് വിത്തുകൾ വിതറുകയുണ്ടായി. താങ്ക് യു. ഓരോരുത്തർക്കും നന്ദി. കാരണം പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി. കാരണം ഓരോരുത്തർക്കും അവരവരുടെ എക്സ്പീരിയൻസുകളാണ്, അവരുടേതായിട്ടുള്ള ഐഡിയോളജിക്കൽ എക്സ്പ്ലനേഷൻസും ഉണ്ട് ഓരോ കാര്യങ്ങളിൽ. അപ്പൊ ഐഡിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഹാനിമാനുമായിട്ട് വിരുദ്ധമായോ സമാനമായോ നിൽക്കുന്നു എന്നുള്ളതല്ല, സമാനമായ രീതിയിൽ തന്നെയാണ് ഓരോരുത്തർക്ക് എക്സ്പ്ലനേഷൻസ് ഉള്ളത് എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രധാന എയിം എന്ന് പറയുന്നത് രോഗിക്ക് വളരെ പെട്ടെന്ന് സൗഖ്യം കിട്ടുക എന്നുള്ളതാണ്. അത് എത്രത്തോളം മരുന്ന് കുറച്ച് കൊടുത്ത് സൗഖ്യപ്പെടുത്താൻ പറ്റുമോ, എത്ര ഡോസ് കുറച്ചിട്ട് സൗഖ്യപ്പെടുത്താൻ പറ്റുമോ, അതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം.
ബേസിൽ ഒരു മാറ്റവും വരുന്നില്ല. ബേസ് സിമിലിബസ് കുറഞ്ഞത് തന്നെയാണ്. ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. എല്ലാവർക്കും ഇന്നത്തെ ഔദ്യോഗികമായിട്ട് ഇന്നത്തെ ദിവസം കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. നാളെ 8 മണിക്ക് നമ്മുടെ റിവിഷൻ വീണ്ടും എത്തുകയാണ്. ഇംഗ്ലീഷ് സെഷനിൽ 8 മണിക്ക് ഡോക്ടർ രബീഷ് ആയിരിക്കും. അതിനുശേഷം മലയാളം സെഷനിൽ നമ്മൾ തീരുമാനം ചെയ്തിട്ടില്ല. അത് നാളെ രാവിലെ അറിയിക്കുന്നതായിരിക്കും. ശുഭരാത്രി. ഡോക്ടർക്ക് നാളെ നമുക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും, സമയം അതിക്രമിച്ചുകൊണ്ട്. Good night, everybody. Although we can close now. നമുക്ക് ക്ലോസ് ചെയ്യാവേ. നാളത്തെ മറ്റേ റിവിഷന്റെ അയച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കിയില്ല.